ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, കൊല്ലം കിളികൊല്ലൂരിൽ കമ്മാഞ്ചേരി വീട്ടിൽ കൊച്ചുകുഞ്ഞു വൈദ്യൻ എന്ന പ്രഗത്ഭനായ ഒരു ഭിഷഗ്വരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊച്ചുസീതയ്ക്ക് 7 കുട്ടികൾ ജനിച്ചു. 7 അല്പായുസ്സായി മരിച്ചുപോയി. അവർ വളരെ ദുഃഖത്തിലായി. അവരോട് അരുവിപ്പുറത്ത് എന്ന് ഗുരുദേവനെ കണ്ട് അനുഗ്രഹം വാങ്ങിയാൽ ദീർഘായുസ്സായ സന്താനം ലഭിക്കുമെന്ന് ആരോ ഉപദേശിക്കുകയുണ്ടായി. അതിൻ പ്രകാരം കൊച്ചുസീതയും വീട്ടുകാരും 1 മാസത്തെ ചെലവിനുള്ള സാധനങ്ങളും ശേഖരിച്ചുകൊണ്ട് അരുവിപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. അവർ അരുവിപ്പുറത്ത് ചെന്നപ്പോൾ ഗുരുദേവൻ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗുരുശിഷ്യനായ ഭൈരവൻ ശാന്തി അവരോട് ഗുരുദേവൻ വരുന്നതുവരെ അവിടെ താമസിക്കാൻ നിർദ്ദേശിച്ചു. അതിൻ പ്രകാരം കൊച്ചുസീതയും കുടുംബവും ഗുരുദേവൻ വരുന്നതും കാത്ത് അവിടെ 10 ദിവസം അവിടെ പാർത്തു. 10-ാം ദിവസം ഗുരുദേവൻ എത്തിയപ്പോൾ കൊച്ചുസീത ഗുരുദേവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അല്പനേരമായിട്ടും സീത എഴുന്നേൽക്കാതെ നമസ്കരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ട ഗുരുദേവൻ മതി മതി, ഒരു കുട്ടിയെ കിട്ടും എന്ന് കൽപ്പിച്ചുകൊണ്ട് സീതയ്ക്ക് ഒരു പഴം നൽകി. ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ കൊച്ചു സീതയ്ക്ക് സന്താനം ജനിക്കുകയും ചെയ്തു. പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ VK ശങ്കരൻ മുൻഷി എന്നയാളായിരുന്നു ആ കുട്ടി. ഒരിക്കൽ കൊച്ചുസീതയുടെ അനുജത്തിക്ക് ബാധോപദ്രവമുണ്ടായി. അവരുടെ പിതാവായ അയ്യൻചാന്നാർ മകളെയും കൂട്ടി ഗുരുദേവനെ ചെന്ന് കണ്ടു. ഗുരുദേവൻ അല്പം ഭസ്മം കൊടുത്തു വിട്ടു. ഭസ്മത്തിൽ നിന്ന് അല്പം എടുത്ത് ദേഹത്തെ പുരട്ടിയപ്പോഴേ ബാധ മാറി. ശേഷിച്ച ഭസ്മം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഈ വിവരം അറിഞ്ഞ മറ്റ് രോഗികളും ചാന്നാരുടെ വീട്ടിൽ ചെന്ന് ഭസ്മം വാങ്ങിച്ച് തൊടുവിക്കുകയും അവരുടെയെല്ലാം രോഗം മാറുകയും ചെയ്തു. അങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ ചാന്നാർക്കും പരിസരവാസികൾക്കും അവിടെ ഒരു ക്ഷേത്രമുണ്ടാക്കി ഗുരുദേവനെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിക്കണം എന്ന് ഒരാഗ്രഹമുണ്ടായി. അവർ ക്ഷേത്രം നിർമ്മിച്ച് ഗുരുദേവനെ ക്ഷണിച്ചു. കൊല്ലവർഷം 1068-ാം ആണ്ട് മീനമാസത്തിൽ ഗുരുദേവൻ അവിടെ വന്ന് ശിവപ്രതിഷ്ഠ നടത്തി. ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്ന കുമാരനാശാൻ ആ ക്ഷേത്രത്തിന് കാർത്തികേയ ശിവക്ഷേത്രം എന്ന് പേരിട്ടു. ഗുരുദേവൻ്റെ ഇഷ്ടദേവതയായ സുബ്രഹ്മണ്യൻ്റെ പേരിലുള്ള ശിവക്ഷേത്രം എന്ന അർത്ഥത്തിലാണ് ആശാൻ ആ പേരിട്ടത്. ഈ ക്ഷേത്രം ഇന്ന് പ്രാക്കുളം വേളിക്കാട്ട് കാർത്തികേയ ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമാണ്. ആ വർഷം തന്നെ ഗുരുദേവൻ കായിക്കര കൃപാലേശ്വര ക്ഷേത്രം എന്ന പേരിൽ ഒരു ക്ഷേത്രത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ശുദ്ധജലത്തിന് ദൗർലഭ്യമായതിനാൽ എവിടെ കിണർ കുഴിച്ചാലും അവിടെയെല്ലാം ഉപ്പുരസം കലർന്ന വെള്ളമേ കിട്ടുകയുള്ളൂ. ഗുരുദേവൻ നിർദ്ദേശിച്ച സ്ഥാനത്ത് കിണർ കുഴിച്ചപ്പോൾ ഉപ്പുരസമില്ലാത്ത ശുദ്ധജലം ലഭിച്ചു. ഇന്നും ആ കിണറ്റിൽ നിന്ന് യഥേഷ്ടം ഉപ്പുരസമില്ലാത്ത ശുദ്ധജലം ലഭിക്കുന്നുണ്ട്. നമസ്കാരം.